ഹലോ. എൻ്റെ ബാല്യത്തിൽ വീട്ടിൽ ധാരാളം കോഴികളെ വളർത്തിയിരുന്നു. പറമ്പിലും തൊടിയിലും ചിക്കിച്ചകിഞ്ഞ് നടക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കോഴിയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം മുട്ട അടവയ്ക്കുന്നതാണ്. 21 ദിവസം കഴിഞ്ഞാൽ ഈ മുട്ടകൾ വിരിഞ്ഞ് മനോഹരങ്ങളായ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരും. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലും അമ്മ ഈ മുട്ട അടവെച്ചു. 21 ദിവസം കഴിഞ്ഞു. മനോഹരമായ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മ വളരെ ശ്രദ്ധാപൂർവം അതിനെ പുറത്തു കൊണ്ടുവച്ചു. സൂക്ഷിച്ചു വെച്ചിരുന്ന അരിനുറുക്കുകൾ ഈ കോഴികൾക്ക് ഇട്ടുകൊടുത്തു. പെട്ടെന്ന് തന്നെ ഈ ഒരു അമ്മക്കോഴി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചു. ഈ ശബ്ദം കേൾക്കേണ്ട താമസം കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് ഈ അരിമണികൾ കുത്തി തിന്നാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഞാൻ ഓടി ഇതിനടുക്കലേക്ക് ചെല്ലാൻ തുടങ്ങി. അപ്പോൾ തന്നെ അമ്മക്കോഴി മറ്റൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ഇത് കേട്ടതും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇപ്പോൾ അതിനടുത്തേക്ക് പോകേണ്ട. കാര്യം പറഞ്ഞാൽ നമ്മുടെ കോഴി തന്നെയാണ്, പക്ഷെ ഇപ്പോൾ നീ അതിനടുത്തേക്ക് ചെന്നാൽ നിനക്ക് കൊത്തു കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പതിയെ അവിടെ നിന്ന് പിൻവാങ്ങി. 1-2 ദിനങ്ങൾ കഴിഞ്ഞു. പറമ്പിലൂടെ ഈ കോഴി ചിക്കിച്ചകിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് ട്രിക്കു. അവൻ പതിയെ ഈ കോഴികളുടെ അടുക്കിലേക്ക് എത്തി. ഇത് കണ്ടതും അമ്മക്കോഴി മറ്റൊരു ശബ്ദം പുറപ്പെടുവിച്ചു. കോഴിക്കുഞ്ഞുങ്ങൾ പതിയെ അമ്മയോടൊന്ന് ചേർന്ന് നിന്നു. ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു: മക്കളെ സൂക്ഷിച്ചോളൂ, ട്രിക്കു ആളല്പം പിശകാണ്. ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിയ ശേഷം ട്രിക്കു പതിയെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. 1-2 ദിനങ്ങൾ കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഇതാ പെട്ടെന്നൊരു നിഴൽ. അമ്മക്കോഴി പെട്ടെന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ഇത് കേൾക്കേണ്ട താമസം ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് അമ്മക്കോഴിയുടെ ചിറകിനടിയിൽ ഒളിച്ചു. മറ്റൊന്നുമല്ല, ഒരു പരുന്ത് വന്ന് അതാ ഒരു മരത്തിന് മുകളിലിരിക്കുന്നു. ഞാൻ ഉടൻ തന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞതിനെ ഓടിച്ചു. പെട്ടെന്ന് തന്നെ അമ്മക്കോഴി അതിൻ്റെ ചിറകുകൾ വിടർത്തി. ഒരു കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന പോലെ ഈ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. ഈ 4 സന്ദർഭങ്ങളിൽ കേട്ട 4 ശബ്ദങ്ങൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഈ അമ്മക്കോഴി പുറപ്പെടുവിച്ച 4 ശബ്ദങ്ങളും 4 വ്യത്യസ്ത സന്ദർഭങ്ങൾക്ക് വേണ്ടിയുള്ള ആശയവിനിമയ സംവിധാനങ്ങളായിരുന്നു. എന്നാൽ ഈ 4 സന്ദർഭങ്ങളിലും ഈ കോഴിക്കുഞ്ഞുങ്ങൾ അതിനോട് വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ കാലഘട്ടവുമായി ഞാൻ ഇതിനെ ചേർത്ത് വായിക്കാനിടയായി. ആശയവിനിമയ സംവിധാനങ്ങൾ ഏറെയുള്ളൊരു കാലഘട്ടമാണിത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നം എന്നത് ആശയവിനിമയത്തിൻ്റെ കുറവാണ്. നാം എല്ലാം തിരക്കിൻ്റെ ലോകത്താണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ സമയമില്ലാതായിരിക്കുന്നു. ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകിയാൽ അവർക്കെല്ലാമായി എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളോട് 1-2 കാര്യങ്ങൾ പറയട്ടെ. നമ്മളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് തയ്യാറാവുക. അമ്മക്കോഴി പുറപ്പെടുവിച്ച 4 തരത്തിലുള്ള ശബ്ദം നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന 4 കാര്യങ്ങളാണ്. ഒന്നാമതായി, അവരുടെ ശൈശവകാലം. ഏറ്റവും കൂടുതൽ സ്നേഹവും പരിചരണവും പരിരക്ഷയും ലഭിക്കേണ്ട ഒരു സമയമാണ്. ചിക്കിച്ചികഞ്ഞ് നൽകേണ്ട സമയത്ത് അത് അതുപോലെ തന്നെ നൽകണം. കുത്തിനുറുക്കി നൽകേണ്ട സമയത്ത് അതുപോലെ തന്നെ നൽകണം. അതേ, ശൈശവം എന്നത് ഏറ്റവും കൂടുതൽ സമയം, അതല്ലെങ്കിൽ മുഴുവൻ സമയം അവരോടൊപ്പം ചെലവഴിക്കേണ്ട സമയമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അകലം പാലിക്കാൻ പരിശീലിപ്പിക്കേണ്ട കാലഘട്ടമാണ്. കുടുംബ സുഹൃത്തുക്കളാവട്ടെ, അയൽവക്കക്കാരാകട്ടെ, ആരുമാകട്ടെ, അവരോട് അടുത്ത് വരുമ്പോൾ അവർക്ക് നൽകുന്ന സ്നേഹ പരിലാളനകൾ, അവർക്ക് നൽകുന്ന സ്നേഹ സമ്മാനങ്ങൾ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണോ എന്ന് തിരിച്ചറിഞ്ഞ് അകലം പാലിച്ച് നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ചുള്ളതാണ്. ശരിയായ സൗഹൃദങ്ങളാണോ അവർ തിരഞ്ഞെടുക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അതല്ലെങ്കിൽ ആദ്യം ചിലപ്പോൾ ശരിയെന്ന് തോന്നിയേക്കാം, പക്ഷേ പിന്നീട് ചതിക്കുഴികളിൽ വീഴാനായിട്ട് സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപത്തുകളിൽ നാം സ്വയരക്ഷ നേടുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് തോന്നിയാൽ, ഒരാപത്തിലകപ്പെട്ടു എന്ന് തോന്നിയാൽ ഓടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ അവർക്ക് കഴിയണം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്നവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നത്തിലകപ്പെട്ടവർ ഓടി വന്നാൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. കുറ്റപ്പെടുന്നതിന് പകരം അവരെ കേൾക്കാനായി തയ്യാറാവുക. അതെ, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ തയ്യാറാവുക. ഈ ഒരു കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുങ്ങിപ്പോകാതിരിക്കട്ടെ. അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. എല്ലാറ്റിലുപരി ദൈവാശ്രയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. മാത്രമല്ല, മാതാപിതാക്കളുടെ സ്നേഹലാളനത്തിൽ പരിരക്ഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ വളർന്നു വരാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ബൈ.